പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2 ആണ്. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കളയാം. അപ്പം നമുക്ക് ബോത്ത് വേണ്ട ഗൈസ്. ഗ്രാൻഡ് പോയത് പുള്ളിക്ക് ചെവി കേൾക്കുമെന്ന് വെച്ചാൽ ചെവി കേൾക്കും ഗൈസ്. എന്തായാലും ഭക്ഷണമൊന്നും ഇല്ല. നമുക്കെന്തെങ്കിലും കളിയിലേക്ക് പോകുക. എന്തായാലും നമ്മൾ എൻ്റെ പാർട്ട് 1 ആണ് ഈ വീഡിയോ. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പാർട്ട് 1 ഗ്രാനിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് ചെന്ന് കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്ത് വിടുക. അപ്പോൾ തന്നെ നമ്മൾ ഗ്രാനി 2-ൽ നമ്മൾ എന്താ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം എൻ്റെ കുമ്പിടിക്കാർ റൂമിൽ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ഡോർ തുറന്നിട്ട് ഗ്രാൻഡ് പയ്യനെ പറ്റിച്ചൊരു സെറ്റായിട്ട് നമുക്ക് ഓടി അങ്ങ് രക്ഷപ്പെടാം ഗൈസ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് പോ വരുന്ന ഒരു ഗ്ലിച്ചിലൂടെ പറയുന്നേ കേട്ടോ. ഗ്ലിച്ചാണെന്നറിയില്ല, ഒരു ടാക്ടിക്സ് ആണത്. എന്തായാലും വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട്. ഇങ്ങോട്ട് കയറി ഒളിച്ചിരിക്കണം. അപ്പോൾ ഗ്രാൻഡ് പോ വരും ഗൈസ്. ഇങ്ങനെ നടന്ന ഒരു കൈ കാണും. ഇങ്ങനെ കാണാൻ വന്നു ഗൈസ്. ഗ്രാൻഡ് പോ കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വരും കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വെട്ടിച്ചിട്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ഇതങ്ങ് അടച്ചിട്ടാലോ? അടച്ചിട്ടിട്ട് ഓടിക്കോ. നമ്മുടെ ഡോർ ലോക്ക് ഉണ്ടായിരുന്നു, ഇതിനകത്തങ്ങ് അടച്ചിട്ടിട്ട് ഓടിയാൽ മതിയായിരുന്നു. ഇതെന്ത് സംഭവം? ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഇല്ല. ഗ്രാനിയുടെ വീട് ഇതെന്താ? ഇത് വലിയ ഹൗസ് തന്നെ, പക്ഷെ ഒരു സാധനവും ഇല്ല ഗൈസ്. കട്ടിംഗ് പ്ലെയർ കിട്ടി. അപ്പോൾ എന്തായാലും ഗൈസ് ഇപ്പം തന്നെ എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതിന് ഇത് മോട്ടിവേറ്റിംഗ് ചെയ്യുക ഗൈസ്. മോട്ടിവേറ്റിംഗ് എന്തായാലും നമുക്ക് മോട്ടിവേറ്റിംഗ് ചെയ്തതിന് എല്ലാവർക്കും താങ്കും. നമുക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. ലൈക്കും കൂടി അങ്ങ് ചെയ്തേക്ക്. കമൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാനേ ഉള്ളൂ കേട്ടാ. ഓക്കെ ഗൈസ്. എന്തായാലും അതവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇപ്പം മേളത്തെ റൂമാണ് താഴത്തെ റൂമാണ്. മേളത്തെ റൂമാണ് ഗൈസ്. നമുക്കിവിടെ നമ്മളിപ്പോൾ തെറിച്ചടിച്ച് മണ്ടടിച്ച് പോയത്. അപ്പം ഞാൻ കട്ടിംഗ് പ്ലെയർ എടുത്ത് കൈ വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും. എന്താ ഓടിക്കോ. എൻ്റെ അയ്യോ തട്ടിപ്പറിച്ചിട്ടത്. ഇപ്പം ഗ്രാൻഡ് ഇങ്ങോട്ട് വരും. കഷ്ടകാലം. ഡോറിലൊക്കെ യെസ്. പക്ഷെ ഇത് എവിടെ പൂട്ടും? ഗ്രാൻഡ് പേണ് ഫോട്ടോ നിറയെ വീണ് തുറക്കാൻ പറ്റും? ഇല്ല. പറ്റുമോ? ഇല്ല. ഇതെന്ത് തുറക്കാൻ പറ്റാത്ത? അവിടെയാണ് സ്പെഷ്യൽ കീ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ട് സേഫ് കീയുടെ അവിടെ നിന്ന് സ്പാർക്ക് പ്ലഗ് കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇതെന്താ ഫോട്ടോ ഇരിപ്പുണ്ട്. ഈ എന്താ അപ്പൂപ്പൻ്റെ തലയിൽ മൊത്തം മുടിയായതുകൊണ്ട് പുള്ളിക്കാരൻ ഫ്രീക്കനായിട്ട് നടക്കുവാണ് ഗൈസ്. ഫ്രീക്കൻ അപ്പൂപ്പനാണ് നമ്മുടെ. ഇവിടെ ഒന്നും തേങ്ങയില്ല ഗൈസ്. ഇതൊന്ന് തേങ്ങയ്ക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഓക്കെ, ഇവിടെയാണ് ഫ്രഞ്ച് ഉപയോഗിക്കേണ്ടത്. അതെന്തായാലും പാർട്ട് 2-ലായിരിക്കും വരാൻ പോകുന്നത്. എന്നെ കൊണ്ടൊന്നും വയ്ക്കുക ഗൈസ്. അപ്പോൾ ഒന്നും നമുക്ക് വീഡിയോ ഇടാനൊന്നും ഇത്ര ഇതൊന്നും തോന്നുന്നില്ല ഗൈസ്. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ ഇടാൻ കുറച്ച് സപ്പോർട്ടിങ് ചെയ്താൽ മതി ഗൈസ്. നമുക്ക് എന്തായാലും വീഡിയോ ഇടാൻ ഒരു ദിവസം ഇടണം. ആഴ്ചയിൽ ഒരു ദിവസം ഇടണം. അതോ മറ്റു ദിവസങ്ങളിൽ ഓരോന്നെണ്ണം നിങ്ങൾ പറയാം ഗൈസ്. അപ്പം എന്തായാലും സൈഡിലാണെങ്കിൽ എന്തൊരു പാറ്റയുടെ മോക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ഗ്രാനിയമ്മ. പണ്ടാരക്കാലത്ത് പണ്ടാരക്കാലത്ത് ഇല്ലല്ലോ കേസ്. അതുകൊണ്ട് നമുക്കൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആ പണ്ടാരക്കാലത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു നല്ല സന്തോഷം വരും. ഈ ഗ്രാൻഡ് മാത്രമല്ല. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇത് തുറക്കാൻ പറ്റില്ല കേസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തുറക്കാനും പറ്റൂലെന്ന് പറഞ്ഞത് എന്തൊരു കഷ്ടമാണ്. അപ്പോൾ കേസ് നമുക്ക് ഗ്രാൻഡ് പേ എവിടെയെന്ന് നോക്കാം. ഗ്രാൻഡ് പേ ഇവിടെ വന്ന് ഗ്രാൻഡ് പേ കണ്ടില്ലേ? കഷ്ടകാലത്തിന് കയ്യോ വളർന്ന് മാറിപ്പോയി കേസ്. എവിടെ ഇല്ല. ഒന്ന് സ്പെഷ്യൽ കീ കിട്ടിയായിരുന്നെങ്കിൽ ഈ കുന്തരാണ്ടോ ഒന്ന് മാറ്റി വെക്കായിരുന്നു. നമ്മൾ ഓടാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അങ്ങ് ഓടിയാൽ പോയി. ഞാൻ എപ്പോഴും എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്.
ഈ ഗ്രാൻഡ് റൂഫല്ല കേസ്, ഈ രണ്ടാമത്തെ ഫ്ലോറല്ലേ, അവിടെ നിന്ന് മാറൂല്ല. ഇതെന്ത് വൃത്തിയായിട്ട ഗ്രാൻഡ് പേണോ എന്തോ. ഇയാൾ ഗ്രാൻഡ് പേര മൊട്ടത്തലേനാണ്, മൊട്ടത്തലേ. ഓടിക്കോ ദൈവമേ. താഴോട്ട് ഓനെ ഒന്നും നോക്കണ്ട, താഴോട്ടോ. എന്നും നോക്കണ്ട, താഴോട്ടോ. ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ഇയാളെവിടെ? ഇവിടെ കാണാനില്ല. ഇയാളെ കാണാനില്ല. നോക്കാം. നമുക്ക് ഗ്ലാസ് ഫ്യൂസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഡെഡ്ലോക്കി വേണം തുറക്കണം. നമ്മൾ ബോട്ട് എസ്കേപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി പാടാണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് മേലോട്ട് പോയിട്ട് ചെന്ന് നോക്കാം ഗൈസ്. ഗ്രാപ്പ് ഉണ്ടാവില്ലേ ഗ്രാപ്പ കാണാനില്ല ഗൈസ്. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഗ്ലാസ് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇട്ട് നോക്കിയിട്ട്, ഇയാളാണെങ്കിൽ കുറേ നേരമായല്ലോ, ഇവിടെ കാണാനും ഇല്ല. ഇയാൾ എവിടെ ഏത് സ്ഥലത്ത് പോയി കിടക്കണം എന്തോ. മനുഷ്യന് ദേഷ്യം വരണം. ഇയാൾ തലമണ്ട അടിച്ച് ഞങ്ങൾ പൊട്ടിക്കും ഗൈസ്. ഒന്നും മനസ്സിലാവണില്ല ഗൈസ്. ആണ് നമുക്ക് ഗ്ലാസ് ഫ്യൂസ് ഇവിടെ ഇടാം ഗൈസ്. ഇയാളെ കാണാനില്ല ഗൈസ്, എവിടെയാണ് കിടത്തുമില്ല ഗൈസ്. അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കൊണ്ടിട്ടിട്ട് ചെവി ഇട്ടൂടെ. ഞാൻ മേലോട്ട് കയറി പോകാൻ പോകും. നോക്കട്ടെ. ഇവൻ പൊട്ടനാ, ലോകമണ്ടനായവൻ. എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. വന്നിരിക്കുന്നു. അങ്ങനത്തെ ഒന്ന് തുറന്നൊക്കെ നോക്കാം ഗൈസ്. സ്പെഷ്യൽ കീ ഗൈസ്. ഇപ്പം നമ്മുടെ സന്തോഷത്തിന് ഒരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്കെ ഗൈസ്. അപ്പോഴത്തേലും നമുക്ക് സ്പെഷ്യൽ ഇവിടെ അല്ല തുറക്കണ്ട, മേളിലോട്ടായിരുന്നു. അത് അടിയിലോട്ടായിരുന്നു. മേളിലോട്ടായിരുന്നെന്ന് തോന്നുന്നു. അത് അടിയിലോട്ടാ. ഗ്രാൻഡ് പോകുന്നു. അടിയിലോട്ട് ഓടാൻ പോവുകയാണ് ഗൈസ് ഞാൻ. ഗൈസ് അവിടെ കാണാം. അയ്യോ, അതും തട്ടിമുറിച്ചിട്ട്. എൻ്റെ ദൈവമേ, ഇപ്പം എന്തൊക്കെ ചെയ്യണം എന്നൊരു പിടുത്തമില്ല. അത് തുറന്നിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് തുറക്കാം ഗൈസ്. തുറന്നിട്ട് പെട്ടെന്ന് ഇതെല്ലാം നോക്കിയിട്ട് പോകാം ഗൈസ്. അയാൾ വരുന്നുണ്ടോ? ഡോർ അടച്ചിട്ടേക്കാം. അവിടെ സേഫ് കീ യൂസ് ചെയ്യണം. അതിനിടെ സേഫ് കീ. അപ്പോൾ ഇതല്ല ഗൈസ്, ഇതുമല്ല. സ്പാർക്ക് പ്ലഗ് വരണേ. സ്പാർക്ക് പ്ലഗ് വന്നിരിക്കണം. ആഘോഷിക്കും. ഞാൻ കേക്ക് മുറിച്ച് ഞാൻ പേരുടെ തലയിൽ കേക്ക് അടിച്ച് അയാളെ തോന്നുകളയും. അപ്പോൾ എന്തായാലും ഗൈസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കും. നമുക്കിപ്പോൾ എല്ലാ കീകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് കിട്ടിയില്ല ഗൈസ്. ഗ്രാൻഡ് ഗൈസ്. അയ്യോ, ഓടിക്കോ ഗൈസ്. ഗ്രാൻഡ് വന്നേ അമ്മേ. അയ്യോ, ഗ്രാൻഡ് വന്നേ ഗൈസ്. ഓടിക്കോ. ഇയാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടൂല, പുറകെ അങ്ങ് വരും. പക്ഷേ എന്തായാലും ഇൻട്രസ്റ്റ് പോയി കഴിയുമ്പോൾ ഇയാൾ പുറകെ വരില്ല എന്നാണ് നമുക്കറിയാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതും കൂടി ഹെലികോപ്റ്റർ മാനുവലാണ്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പം മേളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് അടിച്ച് പറക്കണം ഗൈസ്. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഫ്രഞ്ച് കിട്ടിയിരിക്കുകയാണ്. ഫ്രഞ്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നോക്കാം ഗൈസ്. ഫ്രഞ്ച് മാത്രം കിട്ടിയ. ഫ്രഞ്ച് എന്നാത്തിനായിരുന്നു? ഫ്രഞ്ച് മറ്റേ ടാങ്കിനായിരുന്നു അതോ മറ്റു സാധനത്തിനായിരുന്നു എന്നറിയില്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കുക ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്കുക ഗൈസ്. ഇപ്പം എന്തായാലും താഴെ അയാളുണ്ടാകാണ്ട് നമുക്ക് മേൽവഴി പോകുന്നതായിരിക്കും നല്ലത്. മേൽവഴി താഴത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇവിടെ ഒന്നും കൂടി നോക്കിയേക്കും ഗൈസ്. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും അപ്പുറത്തും കൂടി തുറന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് വെപ്പൺ കീ എവിടെയായിരുന്നു യൂസ് ചെയ്യേണ്ടത്? എന്നാലും നമുക്ക് തൂക്കായിരുന്നു. അയാൾ തൂക്കിയെടുത്ത് കിള്ളിയെടുത്ത് ഒറ്റ കയറി. സിമ്പിൾ. എന്നാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പറ്റില്ലല്ലോ.
നമുക്ക് അതും കൂടി ഒന്ന് തുറന്ന് നോക്കിയേക്കാം. ബോട്ട് കീ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പെഡ്ലോക്ക് കീയും കൂടെ വേണം ഗൈസ്. നമുക്ക് മറ്റേ സാധനം കിട്ടാത്ത എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് അതിനിടെ സെക്യൂരിറ്റി അത് ഇപ്പം ഗ്രാൻഡ് പേയുടെ കഴുത്തേലാണ് കിടക്കുന്നത്. നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ വെച്ച് യൂസ് ചെയ്ത് അയാളെ കൊന്നിട്ട് നമുക്ക് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന സെക്യൂരിറ്റി കീ എടുക്കാം ഗൈസ്. അതിനു മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തേക്ക്. താഴെ ചിലപ്പോൾ കാണും അവർ. ഗൈസ് അമ്മേ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഗൈസ്.